Here we discuss the Fermi Dirac statistics and the Fermi energy. So we have already seen that rho phi represent the density of states of a system, and its values different for three-dimensional structure, two-dimensional structure, one-dimensional structure, and zero-dimensional structure. So we have seen expressions for this rho phi, and this rho phi as the number of energy levels per unit volume per unit energy, and rho E dE gives the number of energy levels per unit volume. So now an electronic state can be occupied by an electron or unoccupied, and therefore എല്ലാ എനർജി ലെവൽസും ഫിൽഡ് ആയിരിക്കില്ല. അപ്പൊ ചില ലെവൽസ് ഫിൽഡ് ആയിരിക്കും, ചിലത് ഫിൽഡ് ആയിരിക്കില്ല. So the concentration of electrons in a band is given by the number of electrons in a band is equal to the number of states in a band. Number of states in the representation ആണ് number of states ആണ് number of energy levels in a band multiplied by the probability of occupancy by that state by an electron. Probability of occupancy by that state by an electron. Okay. അപ്പൊ അതില് എത്ര നമ്പർ ഓഫ് എനർജി ലെവൽസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് റോ പി ഡി റോ പി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. റോ പി ഇൻറ്റു ഡി represent the number of energy levels per unit volume in the interval E to E plus D. ആ ഇന്റർവെല്ലിലെ നമ്പർ ഓഫ് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ എല്ലാ എനർജി ലെവൽസിലും ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, ചില എനർജി ലെവൽസിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇലക്ട്രോൺസ് ചില എനർജി ലെവൽസ് ഉണ്ടാവും. സോ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ ബാൻഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദി പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി. This is the equation. Number of electrons in a band equal to number of states in a band multiplied by the probability of occupancy of that state by an electron. So electrons എല്ലാം ഫെർമിയോൺസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇലക്ട്രോൺസിന്റെ probability of occupancy എന്ന് പറയുന്നത് Fermi distribution function. Appo so the number of electrons in the energy level equal to rho F E d E into F of E. Rho F E d E is the number of energy levels. So if F of E is the probability of occupancy, then the number of electrons per unit volume in the energy interval E to E plus E is rho of E d E into F of E. Rho of E F of E into dE. That is the number of electrons per unit volume in an energy interval between E to E plus dE. The total number of electrons in a band എന്ന് പറഞ്ഞാൽ integrate ചെയ്യണം. N is equal to integral rho of E F of E dE. So this is the total number of electrons per unit volume of the band, or the number density എന്ന് പറയും. And this integration is from E bottom to ഈ ടോപ്പ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ അതിലെ ലോവർ എനർജി ഈ ബോട്ടം മുതൽ അതിലെ ഹയർ എനർജി ഈ ടോപ്പ് വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ബാൻഡ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയം ഇസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ. സോ ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് നമുക്കറിയാം ദാറ്റ് വേരീസ് ഫ്രം ഈസി ടു പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ വാലൻസ് ബാൻഡ് നമ്മൾ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി ടു ഇ വി. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ദി എനർജി ഗ്യാപ്പ് ഡി ജി. So the total number of electrons in the conduction band of a semiconductor is equal to ഈ ബോട്ടം എന്ന് പറയുന്നത് ഈസി ആയിരിക്കും, ഈ ടോപ്പ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന് ഇൻഫിനിറ്റി ആയിരിക്കും. റോ ഫി എഫ് ഓഫ് ഇ ഡി ഇ. ഓക്കെ. സോ അതേപോലെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഹോൾസ് in the valence band of the semiconductor. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് എല്ലാം നോക്കുന്നത് വാലൻസ് ബാൻഡിൽ ഹോൾസ് ആണ്. അപ്പൊ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾസ് ഇൻ എ വാലൻസ് ബാൻഡിന് നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇ വി റോ പി
നോക്കിക്കേ. പക്ഷെ ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹോൾസിന്റെ probability of occupancy എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം ഹോൾസ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോൺസിന്റെ ആബ്സെൻസ് ആണ് വരുന്നത്. അപ്പോ ടോട്ടൽ പ്രോബബിലിറ്റി നിങ്ങൾക്ക് 1 ആണെന്ന് അറിയാം. ഇലക്ട്രോൺസിന്റെ ഓക്യുപ്പൻസി എഫ് ഓഫ് ഇ ആണെങ്കിൽ ഹോൾസ് വരുന്നത് 1 - എഫ് ഓഫ് ഇ ആയിരിക്കും. ഇലക്ട്രോൺസ് ഇല്ലാത്ത ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ ഹോൾസ് എന്ന് പറയാം. സോ probability of occupancy of electrons f of e ആണെങ്കിൽ probability of occupancy of the holes is 1 - f of e. 1 - f of e dE. Okay. So this is the number of holes, number density of holes in the valence band P, and this is the number density of electrons in the conduction band of the semiconductor. So holes in the number density in കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ distribution function f of e അല്ല എടുക്കേണ്ടത് 1 - f of e, because it is the unoccupied states. Holes എന്ന് പറയുന്നത് unoccupied states in the valence band ആണ്. So this is the total number of holes per unit volume at a temperature T. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫെർമിയോൺസ് ആണ്. Fermions are the particles with half integral spins. So and they obey Pauli's exclusion principle also. So അവരുടെ probability of occupancy എന്ന് പറയുന്നത് is given by the Fermi Dirac distribution function. So the probability of occupancy of the electrons is given by the Fermi Dirac distribution function. And you have already studied this Fermi Dirac distribution function, and which is given by 1 divided by 1 plus e to the power e minus ef by kt. But e to the power minus ef by kt എന്ന് പറയുന്നത് ഇതിലെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. 1/1 plus a to the power e by kt ആണ് എഴുതുന്നത്. ഇവിടുത്തെ a എന്ന് പറയുന്നത് ഫെർമിയോൺസിന്റെ കേസിൽ to the power minus ef by kt ആണ്. So you have already learned all this, and the 1 appears here because the electrons are indistinguishable. Okay. So and this Fermi Dirac distribution function f of d gives the probability of a fermion which has an energy E. So അപ്പൊ ഇവിടെ നമുക്ക് ഫെർമി എനർജി എഫിന്റെ സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ടെമ്പറേച്ചർ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. T = 0. അപ്പൊ T 0 ആവുമ്പോ നമുക്കറിയാം ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അത് രണ്ട് സ്റ്റേറ്റ്സ് നമ്മൾ നോക്കും. എനർജി ഗ്രേറ്റർ ദാൻ ദി ഫെർമി എനർജി. ഫെർമി എനർജി ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ആൻഡ് we check E less than EF. So E less than EF ആവുമ്പോ T = 0 നോക്കിക്കേ. F is equal to 1 divided 1 plus E minus EF എന്ന് പറയുന്നത് E less than EF ആവുമ്പോ നെഗറ്റീവ് ആയിരിക്കും. E to the power E less than EF E minus EF is negative by T. T to the power minus infinity. 1/1 plus e to the power infinity. Infinity ആണ്. e to the power minus infinity എന്ന് പറഞ്ഞാൽ 1/e to the power infinity. 1/infinity 0. So the probability of occupancy is 1 when the energy is less than the Fermi energy. ഇനി E greater than EF ആണെങ്കിലോ, E greater than EF ആണെങ്കിൽ E minus EF എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. E less than EF ആകുമ്പോൾ E minus EF is negative. So the probability of occupancy is 1 plus e to the power plus infinity. E to the power plus infinity infinity ആണ്. Infinity എടുത്ത് ഒന്ന് കൂട്ടിയാലും infinity ആണ്. 1/infinity 0. So at absolute 0, the probability is 1 for energies less than the Fermi energy, and at absolute 0, the probability is 0 for energies greater than the Fermi energy. So അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി ബാൻഡിലുള്ള ഒരു പെർട്ടിക്കുലർ ലെവലാണ്.
ഈ ബാൻഡിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ലെവലാണ് ഫെർമി എനർജി. സോ അറ്റ് 0 Kelvin all levels up to Fermi energy are filled. അതുകൊണ്ടാണ് ഈ ലെസ് ദാൻ EF ആകുമ്പോൾ probability of occupancy 1 ആകുന്നത്. All levels up to Fermi energy are filled and E greater than EF are unfilled, completely unfilled. So all levels up to the Fermi energy are filled, but no particle has a greater energy. And this is also consistent with the Pauli's exclusion principle. So according to Pauli's exclusion principle, each energy state is occupied by an electron. So occupied states maximum ഒരു ഇലക്ട്രോണേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില സ്റ്റേറ്റ്സ് എനർജി ഇലക്ട്രോൺസ് ഇല്ലാത്ത സ്റ്റേറ്റ്സും ഉണ്ടാവാം. So this is the temperature variations of Fermi Dirac function. So നമ്മൾ T equal to 0 നമ്മൾ കണ്ടു all energy levels up to F are filled. അപ്പൊ അതിന്റെ FFD of E, that is the probability of occupancy 1 ആയിരിക്കും. E less than EF ആവുന്ന region ഉണ്ട്, അവിടെ 1 ആയിരിക്കും. And when E greater than EF, this probability of occupancy is 0. അപ്പൊ നമ്മൾ എനർജി വേഴ്സസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു അപ് ടു EF probability of occupancy E less than EF ആണ് ഈ region, ഇവിടെ E greater than EF, ഈ ഏരിയ ആണ്, ഇവിടെ E less than EF, here E greater than EF. So for E less than EF, the probability of occupancy is 1, and for E greater than EF, the probability of occupancy is 0. So the Fermi energy level is defined as the energy level at absolute 0, all levels below which are completely filled and above which are completely empty. And T greater than 0, നമുക്ക് Fermi Dirac distribution function define ചെയ്യാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി പ്ലസ് ഇൻഫിനിറ്റോ മൈനസ് ഇൻഫിനിറ്റോ ആകില്ല, because T not equal to 0. But when T greater than equal to 0, when E equal to EF, what will happen? FFD equal to 1 divided 1 by 1 plus E minus EF is 0 ആവും, E to the power 0. That is 1 by 1 plus 1, 1 plus 2. So we can define the Fermi energy also as the energy at which the temperature is greater than 0, for which the probability of occupancy is half. But T greater than 0 ആവുമ്പോൾ Fermi ലെവലിലുള്ള probability of occupancy half ആയിരിക്കും. അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സീറോയുടെ ഗ്രാഫ് നമ്മൾ ഡോട്ടഡ് ലൈൻ കൊണ്ട് വരയ്ക്കാം. എന്നിട്ട് ഈ പോയിന്റിൽ ഈക്വൽ ടു EF ആകുമ്പോൾ probability of occupancy എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അപ്പൊ ഒരു ലോ ടെമ്പറേച്ചറിലൊക്കെ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും, ഇവിടെ എത്തുമ്പോൾ ഇത് ഹാഫ് ആവുന്നു. ഓക്കെ, ഫൈനലി ഇറ്റ് ഗോസ് ടു 0. സിംപ്റ്റോട്ടിക്കലി ഇത് 0 ആവുകയാണ്. എനർജി കൂടുന്നതിനനുസരിച്ച് ഈ മൈനസ് EF എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ ഡിനോമിനേറ്ററിലായതുകൊണ്ട് 1/this ഫൈനലി ഗോസ് ടു 0. സോ അതുകൊണ്ട് T equal to 0 ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. T greater than 0 at E equal to EF, the probability of occupancy is half. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് T greater than 0 ആണ്, പക്ഷെ T is very small. ഇനി ഒരു ഹൈ വാല്യൂ ഓഫ് ടെമ്പറേച്ചറിന് നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ അഗെയിൻ ഈക്വൽ ടു EF അത് ഹാഫ് ആയിരിക്കും, പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ സ്പ്രെഡ് ആയിരിക്കും. കാരണം ഈ സ്പ്രെഡ് ചെയ്യുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 2kTയുടെ ഓർഡർ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ കൂടും. So this is the temperature variations for Fermi Dirac functions. So the Fermi level is defined as the energy level at the absolute 0, where all the levels below which are completely filled and all the levels above which are completely empty. Or it is also defined as at T greater than 0, it is the level at which the probability of occupancy is half. So T വളരെ small ആണെങ്കിലും T high ആണെങ്കിലും at E equal to EF, the probability of occupancy is half. But there will be changes in the distribution of the Fermi Dirac functions at different temperature. Lower temperature ഇങ്ങനെ ആയിരിക്കും, higher temperature
And now we discuss the position of the Fermi energy level in the case of metals, semiconductors, and insulators. So first of all, we discuss the position of Fermi energy level in the case of metals. And also we discuss the band diagram of metals. So in the metals, the Fermi energy level lies in the conduction band. So this is the conduction band itself. Okay. And also we have already seen that the conduction band and the valence band overlap in the case of metals. But valence band separated, but it is overlapped. And the Fermi energy in the case of metals is the energy for which at T equal to 0, all the levels in the conduction band below it are completely filled with electrons, and all levels above the Fermi energy level are completely empty. So T equal to 0 നമ്മൾ already എല്ലാ മെറ്റീരിയലിനും ഫെർമി എനർജി ലെവൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫെർമി എനർജി ലെവൽ എന്ന് പറയുമ്പോൾ T equal to 0, all levels below it are completely filled and all levels above it are completely empty. അപ്പോൾ മെറ്റൽസിന്റെ കേസിൽ ഫെർമി എനർജി ലെവൽ കണ്ടക്ഷൻ ബാൻഡിലാണ്. So all the levels in the conduction band below the Fermi energy level are completely filled. And all the energy levels above the Fermi energy level in the conduction band are completely empty at T equal to 0. So അതാണ് ഈ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം T greater than 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യലി ഫിൽഡ് എന്ന് എഴുതിയിരിക്കുന്നത്. Okay. So at T equal to 0, the electrons are free to move into the empty states of the conduction band with only a small electric field leading to the electrical conductivity. Even at T equal to 0, ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ കംപ്ലീറ്റ്ലി ഫിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് എംറ്റി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോവാം. ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ there will be conduction. So even at T equal to 0, the conductivity is there for metals, and it has a very high conductivity even at T equal to 0. And at T greater than 0, the electrons will thermally excited. Thermally excited എന്ന് പറഞ്ഞാൽ they have enough thermal energy. Temperature കൂടുമ്പോൾ thermal energy കയറ്റിണ്ടാവും to go to the empty states of the conduction band. Conduction bandil filled states ഉണ്ട്, empty states ഉണ്ട്. T equal to 0, T greater than 0 ആകുമ്പോൾ those electrons in the filled states can move to the empty states. So electrons have a probability to thermally excited from below the energy level to the above it. So greater than 0 ആകുമ്പോൾ എനർജി ഫെർമി എനർജി ലെവലിന് മുകളിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. Thermal excitation, that means the excitation by the thermal energy. So electrons will have enough thermal energy go to the empty states of the conduction band. But T equal to 0, ഇത് completely filled ഉം completely empty ആയിരിക്കും. T greater than 0, കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിന് ഫെർമി എനർജി ലെവൽ വരെ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. And there are few electrons above Fermi energy level also at T greater than 0. So the probability of distribution ഇങ്ങനെയായിരിക്കും. At Fermi energy level, the probability of occupancy is again half. എല്ലാ കേസിലും ഇവിടെ ഹാഫ് തന്നെ വേണം കേട്ടോ. പിന്നെ ഇതിങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നത്. ഇവിടെയാണ് കൂടുതൽ ഇലക്ട്രോൺസ് ഫെർമി എനർജി ലെവൽ വരെ. ഫെർമി എനർജി ലെവലിന് മുകളിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും. So this is the behavior of the conductor. So for insulators, the Fermi energy level lies in the midpoint of the forbidden energy gap. അപ്പം നമുക്കറിയാം ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ forbidden energy gap അത്യാവശ്യം ലാർജർ ആണ്. ഒരു 6 to 10 electron volt ഓർഡറിലാണ്. Forbidden energy gap is of the order of 6 to 10 electron volt, and Fermi level is in the center or the midpoint of the forbidden energy gap. So again T equal to 0 നമുക്കറിയാം all the levels below the Fermi energy level are filled and all the levels above the Fermi energy level are unfilled. അപ്പോൾ അതുകൊണ്ട് തന്നെ T equal to 0 valence band is completely filled. Valence band ആണ് ഫെർമി എനർജിയുടെ താഴെ. ഇവിടെ ഒന്നും ബാൻഡ് വരുന്നില്ല, ഇവിടെ ഒന്നും ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ വാലൻസ് ബാൻഡ് മാത്രമാണ് ഫെർമി എനർജിയുടെ താഴെ വരുന്നത്.
So conduction band is above Fermi energy level. So the valence band is completely filled and the conduction band is completely empty. For conduction band electrons conductivity at T equal to 0 is 0. Conductivity at absolute 0 for insulators is 0. പക്ഷെ T greater than 0 ആകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്കറിയാം. ഇവിടെ ഹാഫ് വരുന്ന രീതിയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കത് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇതേ കണ്ടക്ഷൻ ബാൻഡിന്റെ സൈഡിലൊക്കെ എത്തുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസേ വരുന്നുള്ളൂ. കുറച്ചേ ഉള്ളൂ പ്രോബബിലിറ്റി. കാരണം ഇവിടെ എല്ലാം ഗ്യാപ്പ് വരുന്നതാണ്. എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലാർജർ ആണ്. So at T greater than 0, the most of the valence electrons do not have enough thermal energy to excite into the conduction band. So leading to poor conductivity. T equal to 0, conductivity 0 ആണ്. T greater than 0, conductivity non-zero ആണ്, but very small because the energy gap is large. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിലും ഇവിടെ എല്ലാം എനർജി ഗ്യാപ്പ് ആണ് വരുന്നത്. കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോൾ അതിൽ പ്രോബബിലിറ്റി വെരി സ്മോൾ. So even at high temperature, the conductivity of the insulators is very small. So it has got a poor conductivity. Now we discuss the case of intrinsic semiconductors. Intrinsic semiconductors are pure semiconductors. So dope semiconductors are group 4 elements are intrinsic semiconductors. Examples are silicon and germanium. But here also the Fermi energy level lies in the middle of the energy gap. Case of semiconductors, this energy gap is very small, of the order of some 1-2 electron volt. Energy gap small ആയാലും larger ആയാലും നമുക്കറിയാം T equal to 0 ഇങ്ങനെ തന്നെയായിരിക്കും Fermi Dirac distribution function. So all the levels below it are completely filled and all the levels above it are completely empty. So in the case of semiconductors also at T equal to 0, the valence band is completely filled and the conduction band is empty. So this leads to zero conductivity at absolute 0. So the conductivity of the semiconductors is also 0 at absolute 0. So when T greater than 0, this is the distribution function for electrons. F of E. Okay, so the electrons will have enough thermal energy to go to the conduction band. The forbidden energy gap is very small. So when the electron goes to the conduction band, it leaves a hole in the valence band. Okay, so the vacancy of the electron in the valence band is called the hole. So it is the empty space in the valence band. So when the temperature increases, the conductivity of the semiconductor increases. Okay. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റീജിയനിൽ the probability of finding the electrons in the lower region of the conduction band is non-zero. അതേപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി എഫ് ഓഫ് ഇ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി ഓഫ് ഹോൾസ്. കാരണം ഹോൾസിന്റെ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ അൺഒക്യുപ്പൈഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് 1 മൈനസ് എഫ് ഓഫ് ഇ ആയിരിക്കും ഹോൾസിൻ്റെത്. അപ്പൊ ഹോൾസ് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഇവിടെ ഹിയർ ഓൾസോ ഇൻ ദിസ് റീജിയൻ ഓഫ് ദി അപ്പർ വാലൻസ് ബാൻഡ് പ്രോബബിലിറ്റി there is a finite probability of finding the holes. So the conductivity of the semiconductors increases with temperature. So you have already learned that the conductivity of an intrinsic semiconductor can be increased by adding small amounts of dopants, another material, into the semiconductor. So those materials are called dopants, and the corresponding semiconductor is called extrinsic semiconductor or doped semiconductor. So ഇതൊരു പ്യുവർ സെമികണ്ടക്ടർ ആണ്. പ്യുവർ അല്ലാത്ത വേറെ മെറ്റീരിയൽസ് ആഡ് ചെയ്തതിന് നമ്മൾ doped semiconductors എന്നാണ് പറയാം. There are two types of dopers, the acceptor type doping and the donor type dopants are there. അപ്പൊ അങ്ങനെ നമുക്ക് N type, P type materials എന്ന് പറഞ്ഞിട്ട് രണ്ട് type materials ഉണ്ട്. So first of all we discuss the
donor type doping. For donor type doping, dopants donate electrons to the semiconductor. അപ്പൊ നമുക്കറിയാം ഇവിടെ ആഡ് ചെയ്യുന്നത് ഒരു പ്യുവർ സെമി കണ്ടക്ടർ ഒരു ഗ്രൂപ്പ് 4 മെറ്റീരിയൽ ആണ്. there will be 4 electrons in the valence band. പക്ഷെ ഒരു ഡോണർ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് 5 മെറ്റീരിയൽ ആണ്. എക്സാമ്പിൾ ഗ്രൂപ്പ് 5 ഫോസ്ഫറസ്. അപ്പൊ അതിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. So this is used as the dopant and the group 4 semiconductor. So each dopant will donate 1 electron. Each phosphor atom will donate 1 electron, which is weakly bound. So therefore there is a donor energy level ED just below the conduction band. അപ്പൊ ഇങ്ങനെയുള്ള ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇവിടെ ഒരു ഡോണർ എനർജി ലെവൽ ഉണ്ടാവും. ED ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഏകദേശം ഒരു ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയാണ് അത് വരുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസിന് ചെറിയൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം. thus increasing the electrical conductivity of the material. അപ്പൊ ഇനീഷ്യലി ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് സെന്ററിലായിരുന്നു ഫെർമി എനർജി ലെവൽ വന്നത്. ആ സെന്ററിന്റെയും പിന്നെ ഇഡിയുടെയും കൂടെ എഫക്ട് കൊണ്ട് ദി ഫെർമി ലെവൽ മൂവ്സ് near the conduction band, moves towards the conduction band as shown in figure. അപ്പൊ അതുകൊണ്ട് probability of occupancy വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈക്വൽ ടു എഫ് ആകുമ്പോൾ probability of occupancy ഹാഫ് ആയിരിക്കും t greater than 0. t equal to 0 നേരത്തെ പോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 0 at t equal to 0. ബട്ട് t greater than 0 നേരത്തെക്കാളും കണ്ടക്ഷൻ വരുന്നുണ്ട്. ബിക്കോസ് ഫെർമി ലെവൽ ഇവിടെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇവിടെ കുറച്ചുകൂടെ occupancy വരുന്നുണ്ട്, ഇലക്ട്രോൺസ് വരും. So the valence band is partially empty and the conduction band is partially filled. And the presence of the dopant or the n-type impurity will increase the conductivity of the material. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുവരെ വന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ കണ്ടക്ടിവിറ്റി വരുന്നുണ്ട്. For T greater than 0, the conductivity again increases for a n-type semiconductor. So ഇവിടെ ഒരു സിലിക്കൺ ലാറ്റിസിൽ ഫോസ്ഫറസ് ആണ് ഡോപ്പന്റ് ആയിട്ട് ആഡ് ചെയ്തത്. So this is the Fermi energy distribution of the n-type semiconductor and this is the band structure of n-type semiconductor. അതുപോലെ തന്നെ അനദർ ടൈപ്പ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അവിടെ ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും ആഡ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ബോറോൺ. സോ ദിസ് ഇസ് കോൾഡ് അക്സെപ്റ്റർ ടൈപ്പ് ഡോപ്പിംഗ്. അപ്പൊ അതിൽ 3 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. സോ ദി ഡോപ്പന്റ് അക്സെപ്റ്റ് ഇലക്ട്രോൺസ് ഫ്രം ദി സെമി കണ്ടക്ടർ ലാറ്റിസ് ആൻഡ് ഇറ്റ് മേക്സ് എ പി ടൈപ്പ് മെറ്റീരിയൽ. Here boron is used and each boron atom accepts 1 electron from the neighboring lattice atom. So creating an acceptor level. അപ്പോൾ ഇവിടെ നമുക്ക് ഈ acceptor level accept ചെയ്യുന്നതുകൊണ്ട് this acceptor level is just above the valence band energy. valence bandന്റെ കുറച്ച് മുകളിലായിരിക്കും ഈ acceptor level വരുന്നത്. ഈ acceptor levelന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് this Fermi energy level moves downwards. So the missing electron results in an extra hole within the valence band. Okay. So in this way, large number of holes are formed on the valence band, thus increasing the conductivity of the material. അപ്പോൾ ഇവിടെ ഇത് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ വരുന്നു. കൂടുതൽ ഹോൾസ് ആണ് ഇവിടെ വരുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഹോൾസ് വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇഫക്റ്റ് കൊണ്ട് തന്നെ വാലൻസ് ബാൻഡിന്റെ അടുത്തേക്ക് ക്ലോസർ ആയിട്ട് ഫെർമി ലെവൽ മൂവ് ചെയ്യുന്നു. ഫെർമി ലെവൽ മൂവ്സ് ഡൗൺ ടുവേർഡ്സ് ദി വാലൻസ് ബാൻഡ്. സോ ദർ വിൽ ബി മോർ ഹോൾസ്. ഇപ്പോൾ നമ്മൾ അവിടെ ഇലക്ട്രോൺസിന്റെ അല്ല ഹോൾസിന്റെ നോക്കുമ്പോൾ 1 - f of e നോക്കുമ്പോൾ ഈ റീജിയനിൽ കൂടുതൽ ഹോൾസ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. Thus increasing the conductivity of the material. So the number of holes in a p-type semiconductor is very large, thus